ബീഫ് പോട്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ഡിഷാണ് ബീഫ് പോട്ട് റോസ്റ്റ്. കുക്കിംഗ് ടൈം മാത്രമേ ഇച്ചിരി ലോങ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബീഫ് പോട്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെവി ബോട്ടം പാൻ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചെയ്യേണ്ടത് ഇറച്ചിയിൽ കുറച്ച് ഉപ്പും പെപ്പറും ഒന്ന് പുരട്ടിയെടുക്കാം. നമുക്ക് 3/4 ടീസ്പൂൺ ഉപ്പും 3/4 ടീസ്പൂൺ പെപ്പറുമാണ് ഞാൻ പുരട്ടുന്നത്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് 1 കിലോ ഇറച്ചിയാണ്. ഇതൊരു 800 ഗ്രാമുണ്ട്, ഇതൊരു 200 ഗ്രാമും ഉണ്ട്. ഒറ്റ പീസായിട്ട് കിട്ടിയാൽ നല്ലത്, അങ്ങനെ എടുക്കാം. അപ്പോൾ വെള്ളമായി ഒട്ടും ഇല്ലാണ്ട് എല്ലായിടവും ഡ്രൈ ആയിരിക്കണം. അത് നന്നായിട്ട് തുണിയിട്ട് നന്നായിട്ട് തുടച്ചിട്ട് വേണം ചെയ്യാൻ. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പെപ്പർ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് സീർ ചെയ്തെടുക്കാം. സീർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ബ്രൗൺ ആക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ അകത്തെ മീറ്റ് നല്ല അതിൻ്റെ ജ്യൂസി ആയിരിക്കും. അതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് പോകാതെ നമ്മൾ സീർ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ സ്ലോ കുക്കിങ്ങിലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് മീറ്റ് നല്ല ടെൻഡറായിട്ട് കിട്ടും. ഹൈ ഫ്ലെയിമിലാണ് എല്ലാ സൈഡും ഏകദേശം ഒരു 2 മിനിറ്റ് വീതം ഓരോ സൈഡും. അപ്പോൾ മൊത്തത്തിലൊരു 10 മിനിറ്റോളം എടുക്കും. ഈ ഒരു സൈഡ് 2 മിനിറ്റോളമായി ടേൺ ചെയ്യാം. ഇതേപോലെ ഒരു ബ്രൗൺ കളർ ആവണം. ഇതേപോലെ എല്ലാ സൈഡും ബ്രൗൺ ആകുന്ന വരെ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്യുക. ഓരോ സൈഡും 2 മിനിറ്റ് വീതം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്ക് എടുക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതിനൊപ്പം ഒരു തണ്ട് സെലറി, ഒരു വലിയ തണ്ടാണ്. ഞാൻ സാധാരണ സെലറി ഇതുപോലെ ചോപ്പ് ചെയ്ത് ഫ്രീസറിൽ വെക്കാറാണ്, ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഫ്രോസൺ ആണ്, അതോടെ ചേർക്കാം. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോള ചോപ്പ് ചെയ്തും കൂടെ ചേർക്കാം. നമ്മുടെ മീറ്റ് കുക്ക് ചെയ്തപ്പം അടിക്ക് പിടിച്ചിട്ടുണ്ട്, അത് കളയേണ്ട കാര്യമില്ല. സവോള ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് ഇളകിക്കുള്ളൂ. ഇളകിയില്ല എങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതൊക്കെ വിട്ടുവരും. നല്ല ഫ്ലേവർ ആയിരിക്കും, അതുകൊണ്ട് കളയേണ്ട കാര്യമില്ല. ഒരുപാട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യുക, പാൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ സവോള നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ അത് കുക്ക് ചെയ്യാം. സവോള ഇട്ട് നമ്മൾ 2-3 മിനിറ്റോളം കുക്ക് ചെയ്ത് ഇതേപോലെയായി. ഇനി നമുക്കിതിനകത്തേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ടൊമാറ്റോ പ്യൂറിയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂറി. അതിന് പകരം ടൊമാറ്റോ മിക്സിയിലിട്ട്, ഒരു വലിയ ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചിട്ട് ചേർത്താലും മതി. കുക്കിംഗ് ടൈം കുറച്ചും കൂടെ കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. ടൊമാറ്റോ പ്യൂറി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വഴറ്റുക നന്നായിട്ട്. ആ ടൊമാറ്റോ പ്യൂറിയുടെ പച്ച മണം മാറിക്കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മൈദ ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മൈദ ചേർക്കാം. മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് സോസിനൊരു കട്ടി കിട്ടാനും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൈദ ചേർക്കുന്നത്. മൈദയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ക്യാരറ്റ് ഇതേപോലെ സ്ലൈസ് ചെയ്തതാണ്, അത് ചേർക്കാം. അതേപോലെ പൊട്ടേറ്റോസ് ഞാനൊരു 4-5 എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള പൊട്ടേറ്റോ ആണ്. അത് 2ആയിട്ട് കീറി വിത്ത് സ്കിന്നോ വിത്തൗട്ട് സ്കിന്നോ ചേർക്കാം. ഞാൻ വിത്ത് സ്കിന്നാണ് ചേർത്തേക്കുന്നത്. ഇതേപോലെ പുറത്തെ തൊലി നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് 2ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കാം. നല്ലൊരു തള വരട്ടെ. വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സോസ് ചേർക്കണം. വർസസ്റ്റർഷയർ സോസാണ് പുളിക്ക് വേണ്ടിയിട്ട്.
അതേപോലെ ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. അതിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. നമ്മൾ ഓൾറെഡി മീറ്റിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. തിളയ്ക്കാൻ തുടങ്ങി. നമ്മുടെ മീറ്റ് അതിനകത്തേക്ക് ഇട്ട് ഇപ്പോൾ ഹേർബ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹേർബ്സ് ഇടാം. റോസ്മേറിയോ തൈമോ അല്ലെങ്കിൽ പാഴ്സലി എന്തുകൊണ്ട് ഇടാം. ഞാൻ കുറച്ച് പാഴ്സലിയും കൂടെ ഇടുവാണ്, അല്ലെങ്കിൽ കൊറിയാൻഡർ ലീവ്സോ. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 തൊട്ട് 3 മണിക്കൂർ വരെ നന്നായിട്ട് സോഫ്റ്റ് ആകും. ഇത് വിട്ട് വരുന്നൊരു പരുവം വരും. ആ രീതിയിൽ കുക്കാകുന്ന വരെ 2.5 തൊട്ട് 3 മണിക്കൂർ വരെ കുക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റിൻ്റെ ടെൻഡർനെസ് അനുസരിച്ചിട്ടിരിക്കുക കുക്കിംഗ് ടൈം. എപ്പോഴും ഒരു 2 മണിക്കൂർ എന്താണല്ലോ എടുക്കും. അത് 2 മണിക്കൂർ തൊട്ട് 2.5 മണിക്കൂറോ അല്ലെ 3 മണിക്കൂറോ ഒക്കെ സമയം എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് ബീഫിൻ്റെ കാലിൻ്റെ ഭാഗമാണ്. അതിന് പകരം ഷോൾഡറോ അല്ലെങ്കിൽ ബ്രിസ്ക്കറ്റോ ഒക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ബീഫ് ഒരു 2.5 മണിക്കൂറോളം കുക്ക് ചെയ്ത ശേഷം ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളമോ സ്റ്റോക്കോ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന ഗ്രേവി മൊത്തം പറ്റിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കുറവാന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെജിറ്റബിൾസ് എല്ലാം എടുത്ത് മാറ്റി, അല്ലെങ്കിൽ അത് വല്ലാണ്ട് വെന്ത് പൊടി. ഇത് നമുക്കൊരു ബോർഡിലേക്ക് വെക്കാം. ഇത് സ്ലൈസ് ചെയ്തെടുക്കണം. സ്ലൈസ് ചെയ്തോ ഷ്രെഡ് ചെയ്തോ എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മീറ്റിൻ്റെ ഗ്രെയിൻസ് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പോട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രേവി ഇനഫ് ഇല്ലാന്ന് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ എപ്പോഴും ഒന്ന് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ സ്റ്റോക്കോ ചേർത്ത് ചൂടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മീറ്റിൻ്റെ പീസസിനകത്തേക്ക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കും. അപ്പോൾ ആ സോസ് ഒന്ന് കോട്ട് ചെയ്ത് കിട്ടും. അതിന് പകരം നിങ്ങൾക്ക് ഇത് നേരെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് സോസ് അതിൻ്റെ പുറത്ത് ഒഴിച്ചാലും മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് എപ്പോഴും ഗ്രേവിക്കകത്ത് നന്നായിട്ട് കോട്ടഡായിട്ട് ഇരിക്കുന്നതായിരിക്കും കൂടുതൽ രുചി. അപ്പോൾ ഈ തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് പീസസ് ഇടാം. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരാൾക്ക് സെർവ് ചെയ്യുന്ന രീതി ഞാൻ കാണിക്കുക. ഞാൻ കുറച്ച് മാഷ് പൊട്ടറ്റോയുടെ പുറത്തേക്കാണ് സെർവ് ചെയ്യുന്നത്. മാഷ് പൊട്ടറ്റോയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഒരു 3 സ്ലൈസ് വെക്കാം. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, അപ്പോൾ ഞാനിവിടെ മാഷ് പൊട്ടറ്റോ സെർവ് ചെയ്തതേ ഉള്ളൂ, നിർബന്ധമില്ല. കാരണം നമ്മൾ ഓൾറെഡി പൊട്ടറ്റോയും ക്യാരറ്റോട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം സെർവ് ചെയ്താലും മതി. അപ്പോൾ ഇത് മാഷ് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രേവി ഒഴിക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതിലേക്ക് കുറച്ച് ഗ്രേവി, ആ മീറ്റിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിക്കുക. ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ബീഫ് പോട്ട് റോസ്റ്റ് ഒരു 5-6 പേർക്കൊക്കെ കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ മീറ്റ് എടുക്കുമ്പോൾ നല്ലതായിട്ട് ഫാറ്റുള്ള മീറ്റ് എടുക്കുവാണെങ്കിൽ നല്ല ജ്യൂസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മീറ്റ് നോക്കി എടുക്കുവാണെങ്കിൽ നല്ല മാർബിളിംഗ് ഉള്ള ഫാറ്റിൻ്റെ മാർബിളിംഗ് ഉള്ള മീറ്റ് നോക്കി എടുക്കുവാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു സൺഡേ ബ്രഞ്ചായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.